സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് സ്റ്റേറ്റിൽ മ്യൂൺഷൽ ടോർഫ് എന്ന പ്രദേശത്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആത്തൽ ഡൈനോസർ മ്യൂസിയവും അതുപോലെ തന്നെ ഇന്ത്യൻ ലാൻഡ് മ്യൂസിയവും എല്ലാം കൊണ്ടും പ്രശസ്തമായ ഈ ഒരു പ്രദേശത്ത് നിരവധി ടൂറിസ്റ്റ് അട്രാക്ഷനുകളാണ് ഉള്ളത്. സോ വെൽക്കം ടു അവർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓൺ ട്രാവൽ ഓൺ റോഡ്സ്. ഇവിടെ നിന്ന് നമ്മുടെ യാത്ര തുടരുകയാണ്. ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെയാണ് ഊസ്റ്റർ എന്ന് പറയുന്ന നഗരത്തിനോടനുബന്ധിച്ചുള്ള കെട്ടിടങ്ങളും അവിടുത്തെ വലിയ സിറ്റി സെൻറ്ററും മാളുകളും ഒക്കെ. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വളരെ സൂപ്പറായിട്ടുള്ളൊരു ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ആസ്വദിക്കാനാണ്. ഇവിടുത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോഴ്സാണ്, ഒരു ബഫേ കോഴ്സാണ്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എടുത്തിട്ട് നമ്മൾ അവിടെ പോയി നമ്മൾ കൗണ്ടറിൽ, നമ്മുടെ റിസപ്ഷൻ കൗണ്ടറിൽ അതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് നമ്മൾ ബില്ല് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ മാത്രം ബില്ല് നമ്മൾ കൊടുത്താൽ മതി. അതായത് അവിടെ പോയിട്ട് വെയിറ്റിംഗ് മെഷീനിൽ നമ്മൾ വെയിറ്റ് അനുസരിച്ചാണ് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണത്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വെയിറ്റ് അനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലൊക്കെ ഒരു അപൂർവമായിരിക്കും എന്ന് എനിക്ക് തോന്നണേ. കാരണം നമ്മുടെ ഈ ഒരു ഫുഡ് വേസ്റ്റേജ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്. പോമസ്, അതായത് ഇവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസ്, അത് കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചിങ്കാരിക്കും ഫ്രഞ്ച് ഫ്രൈസിനോടുള്ള ആ ഒരു അതിഭ്രമം കാരണം അത് തന്നെ എടുക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ഇവിടെ പറയേണ്ട ഒരു കാര്യം, കിഡ്സ് മെനു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് സെപ്പറേറ്റ് പ്രൈസാണ്. ഇവരൊക്കെയാണ് നമ്മുടെ കസിൻസ്. അപ്പോൾ ചിഞ്ചുവും ഞാനും അതുപോലെ തന്നെ നമ്മുടെ കസിൻസൊക്കെ ആയിട്ട് ആ ഒരു ലഞ്ച് അതിവിശിഷ്ടമായ രീതിയിൽ നമ്മൾ കഴിച്ചിരുന്നു. അപ്പോഴാണ് ഈ ഒരു കാര്യം കണ്ടത്. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പ്ലേറ്റുകളും കാര്യങ്ങളും ആ ഒരു ട്രേയിൽ നമ്മൾ ഈ ഒരു മെഷീൻ പോലെ തോന്നിക്കുന്ന ഈ ഒരു വലിയൊരു കമ്പാർട്ട്മെൻറ്റിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ ഇതിന് റോളറുണ്ട്. അപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റിലെ ട്രേകൾ നിറയുമ്പോൾ അവർ ആ പ്ലേറ്റുകൾ എടുത്തിട്ട് തിരിച്ച് കിച്ചണിലേക്ക് വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും. നമ്മുടെ നാട്ടിലും ഇതുപോലെ തന്നെയുള്ള സിസ്റ്റംസൊക്കെ കൊണ്ടുവരണം. എന്നിരുന്നാൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ആ ഒരു ടേബിളിൽ നിന്ന് കറക്റ്റായിട്ട് ട്രേകളും അതുപോലെ തന്നെ പ്ലേറ്റുകളും നമുക്കവിടെ പ്ലേസ് ചെയ്യാനും, അത് കുട്ടികളെ കൂടെ പഠിപ്പിക്കണം. അതാണ് ഇവിടെ നമ്മൾ അനുസരിക്കേണ്ടത്, അവർ പറയുന്ന ആ രീതിയിൽ ചെയ്യണത്. അങ്ങനെ ഒരു ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടെ പ്യുവറായിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ടുണ്ട്. ഇതിലെ അതിശോക്തി എന്ന് വെച്ചാൽ ഈ ഡ്രിങ്കിങ് വാട്ടർ ഇവിടെ ഫ്രീ ആണ്. നമ്മൾ ബോട്ടിൽഡ് വാട്ടർ മേടിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങാം. പക്ഷേ നമുക്ക് അത്യാവശ്യം ഡ്രിങ്ക് ചെയ്യാൻ ആയിട്ടുള്ള വാട്ടർ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള ആ ഒരു ഷോക്കേസ് ചെയ്തിരിക്കുന്ന കേക്കുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. 10 യൂറോ അല്ല, സ്വിസ് ഫ്രാങ്ക് ആണ്. നമ്മളിപ്പോൾ സ്വിറ്റ്സർലാൻഡിലാണല്ലോ. അപ്പോൾ 10 ഫ്രാങ്കും അതുപോലെ തന്നെ 15 ഫ്രാങ്കും 20, 25 ആ രീതിയിലാണ് കേക്കിൻ്റെ ആ ഒരു റേറ്റുകളൊക്കെ പോകുന്നത്. ഇതാണ് ഞങ്ങൾ ഫുഡ് കഴിച്ച ആ റെസ്റ്റോറൻറ്റ്. അതിനുശേഷം ആ മാളിൽ തന്നെയുള്ള ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. നമുക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ആകർഷണത തോന്നിയിട്ട് എടുത്തതാണ്. ഇത് ആരെയും ആകർഷിപ്പിക്കും. നമുക്ക് ടോർട്ടില നമ്മൾ കഴിച്ചിട്ടുണ്ട്, അതായത് ചപ്പാത്തി പോലെ ഇരിക്കുന്ന ടോർട്ടിലകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കപ്പ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ കപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ഒരു സ്നാക്കോ അല്ലെങ്കിൽ നമുക്ക് ഒരു ബ്രഞ്ചോ ആയിട്ട് നമുക്ക് കഴിക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പലരും ടോർട്ടില കഴിക്കുന്നവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാവുന്ന കാര്യമാണ്. അങ്ങനെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിലെ വളരെ വിചിത്രമായ ഓരോ രീതികളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ അന്നേ ദിവസം അവിടെ ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ചിഞ്ചുവിൻ്റെ, എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ അവിടെ നമ്മുടെ കസിൻസ് അറേഞ്ച് ചെയ്ത ആ ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ്ങിൽ ചിങ്കാരിയും പങ്കെടുത്തു. അതിനുശേഷമുള്ള ദിവസത്തെ ലഞ്ച് വളരെ സൂപ്പറായിരുന്നു. ഈ കാണുന്ന രീതിയിലുള്ള സ്പെയ്റ്റ്സ്ലി എന്ന് പറയുന്നൊരു വിഭവവും അതുപോലെ തന്നെ ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടായിരുന്നു. അതിനുശേഷം റുസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഭവസമൃദ്ധമായ ഒരു ലഞ്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു ലഞ്ച് അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ലഞ്ച് കഴിച്ചതിന് ശേഷം ക്ലൈമറ്റൊക്കെ നോക്കി ഞങ്ങൾ ചെറിയൊരു റൈഡിന് വേണ്ടി തയ്യാറെടുത്തു. ഞങ്ങളെ ജോർജങ്കിളാണ് അടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നല്ലൊരു റൈഡായിരുന്നു.
കാരണം നമുക്ക് അവിടെ എത്തിയിട്ട് പുറത്ത് നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പല ടൂറിസ്റ്റ് ഏരിയകളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നിരുന്നാലും അടുത്തുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നത് റാപ്പേഴ്സ്വിൽ യോണ എന്ന് പറയുന്ന ഒരു ചാമിങ് ആയിട്ടുള്ളൊരു ടൗണാണ്. അപ്പോൾ ഈ ഒരു ടൗണിലെ ഈ ഒരു നമ്മൾ കാണുന്ന ഈ ഒരു ഊബർസേയും അതുപോലെ തന്നെ സൂറിച്ച് സേയും കൂടെ ഒരുമിക്കുന്ന ഒരു സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ നല്ല ഒരു വൈഡായിട്ടുള്ള ആംഗിളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. സൂപ്പറായിരുന്നു അവിടുത്തെ ആ ഒരു നേച്ചറും അവിടുത്തെ ഒരു എക്സ്പീരിയൻസും. അവിടുത്തെ കുറച്ച് വീഡിയോസ് നമുക്ക് കണ്ടുവരാം. ഒരുപാട് കടൽക്കാക്കകളും അതുപോലെ തന്നെ കൊക്കുകളും ഒക്കെയാണ് നമുക്ക് അവിടെ സ്വാഗതം വരളിയത്. ഒരുപാട് ആളുകൾ ഈ വരുന്ന പക്ഷികൾക്ക് അവിടെ ഫുഡുകളൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കണ്ടില്ലേ, ഇതുപോലെയുള്ള നായ്ക്കുട്ടികളെയൊക്കെ കൊണ്ട് ആളുകൾ ഇവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ പോയൊരു സമയം അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ അധികം ആളുകൾ ഈ ഒരു ഊബർ സേ അതുപോലെ തന്നെ സൂറിച്ച് സേ വിസിറ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു സമയം കൂടിയായിരുന്നു. ഇതുപോലെയുള്ളൊരു അന്തരീക്ഷത്തിൽ നമുക്ക് ആൽപ്സിൻ്റെ, അതായത് നമുക്ക് ഈ കാണാവുന്നത് നമുക്ക് ആൽപ്സിൻ്റെ പർവ്വതനിരകളാണ്. പനോരമിക് വ്യൂവിൽ നമുക്ക് ആൽപ്സിൻ്റെ ഈ ഒരു പർവ്വതനിരകൾ കണ്ടപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ചിലവഴിച്ചു. അതുപോലെ തന്നെ അവിടെ കണ്ട ആ വുഡൻ ബ്രിഡ്ജും വളരെയേറെ പ്രശസ്തമായിട്ടുള്ള ഒരു വുഡൻ ബ്രിഡ്ജാണ്. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ പോയത് ഈ ഒരു പാർക്കിലേക്കാണ്. ഇത് ഒരു മലമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒരു റെസ്റ്റോറൻറ്റും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നു. പാറിപ്പറക്കുന്ന ആ കാണുന്ന ഫ്രൈസിൻ്റെ ഫ്ലാഗ് സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടു പിന്നിലാണ് ഹോക്ക് വാക്സ്റ്റ് ഫാനം സ്റ്റീൽ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന മലമുകളിൽ നിന്ന് ഭയങ്കര വലിയൊരു വ്യൂ പോയിൻ്റാണ് നമുക്ക് ഇവിടെ ടൂറിസ്റ്റുകൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ആൽപ്സ് പർവ്വതനിരകളും അതുപോലെ തന്നെ സൂറിച്ച് സേയും നമുക്ക് ഈ ഒരു മലമുകളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അതിനോടനുബന്ധിച്ച് തന്നെ കുട്ടികൾക്കും അതുപോലെ ഫാമിലീസിനും എൻജോയ് ചെയ്യാനായിട്ടാണ് ഇതുപോലെയുള്ളൊരു പാർക്കും അവർ അവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ ആളുകളും ഇവിടേക്ക് വരുന്നത് ഈ കാണുന്ന വ്യൂ പോയിന്റിലുള്ള വ്യൂസ് എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികളുമായി ഈ പാർക്കിൽ കളിച്ചുല്ലസിക്കാനും ഈ റെസ്റ്റോറൻറ്റിലെ അതിവിശിഷ്ടമായ ഫിഷ് ഉൽപ്പന്നങ്ങൾ, അതായത് ഫിഷിൻ്റെ ക്യൂസീനാണ് കൂടുതലും, റീജിയണലായിട്ടുള്ള ക്യൂസീൻസാണ് അവിടെ വിളമ്പുന്നത്. അതും ടേസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ആളുകളും ഇവിടെ വരുന്നത്. അങ്ങനെ ആ ഒരു ഏരിയയുടെ ദൃശ്യ ഭംഗിയിലൂടെ നമ്മൾ കുറച്ചു നേരം അങ്ങനെ നടന്ന് ആസ്വദിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ അങ്കിളുടെ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു. വളരെ കുറച്ച് ദിവസം മാത്രമുണ്ടായിരുന്ന ഞങ്ങളുടെ സ്വിറ്റ്സർലാൻഡ് ട്രിപ്പിന് ഇന്ന് പര്യവസാനമാവുകയാണ്. ജോർജ് അങ്കിളുടെയും ജൂലി ആൻറ്റിയുടെയും വീട് ഈ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ വീടിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ രീതിയും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത യാത്രയിൽ കണ്ടുമുട്ടാം. ഞങ്ങൾക്ക് പോവാനായിട്ട് ഉള്ള കാർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടാക്സിയിലാണ് നമ്മൾ തിരിച്ച് അവിടെ അടുത്തുള്ള ഊസ്റ്റർ എന്ന് പറയുന്ന ഈ പട്ടണത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഈ പോകുന്ന ടാക്സിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നാട്ടിൽ കാണുന്ന പോലെയുള്ളൊരു ടാക്സിയല്ല. ഇത് ഊബറിൻ്റെ ടാക്സിയാണ്. പക്ഷേ നമ്മൾ പോകുന്നത് ടെസ്ലയുടെ വണ്ടിയിലാണ്. അപ്പോൾ ഈ ഒരു ടെസ്ലയുടെ വണ്ടിയിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് വളരെ സൂപ്പറായിരുന്നു. കണ്ടില്ലേ, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അതിലൊരു യാത്ര. കാരണം നമുക്കറിയാം ഇന്ത്യയിലും ടെസ്ല വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ നമുക്കും നമ്മുടെ നിരത്തുകളിലും ഇതുപോലെയുള്ള AI ടെക്നോളജിയിൽ ഓടുന്ന വണ്ടികളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗൂഗിൾ മാപ്പിൻ്റെ കൂടെ തന്നെ പുറത്ത് നമുക്ക് എന്തൊക്കെയാണ് കാണുന്നത് എന്ന് വണ്ടിയിലെ ആ ഒരു ക്യാമറ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. നമുക്ക് ആ ഒരു കാണിച്ചു തരുന്ന ഒരു വ്യക്തമായ ക്ലിയർ ആയിട്ടുള്ള പിക്ചറാണ് നമുക്ക് കാണുന്നത്. ഒറിജിനൽ ക്യാമറ വ്യൂവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് വ്യൂവും എന്താ പറയുക, വലിയൊരു കമ്പ്യൂട്ടറിൻ്റെ ഒരു സ്ക്രീൻ വെച്ചിരുന്ന പോലെയാണ് നമുക്ക് തോന്നിയിരുന്നത്. മുൻപിലൂടെ വരുന്ന ആ ഒരു വാഹനങ്ങൾ ട്രക്കാണോ അതോ കാറാണോ എന്ന് വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു സ്ക്രീനിലൂടെ അവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ പോകുന്ന കാറ്
വരുന്ന വാഹനങ്ങളെയും അതുപോലെ തന്നെ പൊതുനിരത്തിൽ നടക്കുന്ന ആളുകളെയും വരെ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. തൊട്ടടുത്ത് കാണുന്ന വീടുകളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന അതല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ആ കാറുകൾ പോലും നമ്മുടെ ഈ ടെസ്ല വീരൻ അവൻ വളരെ സുശക്തമായ രീതിയിലുള്ള അവൻ്റെ ആ ഒരു സെൻസറിങ് പവറിൽ അത് സെൻസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട്. ഇത് എടുത്തു പറയാൻ കാരണം നമ്മൾ ഒരു വലിയൊരു AI യുഗത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് അടുത്ത ജനറേഷനിലെ കാറുകൾ കണ്ടില്ലേ, ആളുകൾ അപ്പുറത്ത് നടന്നു പോകുന്ന, അതായത് റോഡിൻ്റെ തൊട്ടപ്പുറത്ത് കൂടെ നടന്നു പോകുന്ന ആളുകളെ വരെ ഈ ഒരു ക്യാമറ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം എന്തൊരു പെർഫെക്ഷനോടെയാണ് അത് ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ കുറേയേറെ അപകടങ്ങളിൽ നിന്ന് നമുക്ക് ആളുകളെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. കുറേയേറെ റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേയും കൂടെ നമുക്ക് അപകടങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ കിട്ടി. തിരിച്ചു പോകുമ്പോഴും നമുക്ക് ഈ റൈനെ ഫാൾസ് കാണാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. അപ്പം നമ്മൾ മുൻപ് ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് വരുമ്പോൾ വന്നിരുന്ന ഡയറക്ഷനിലൂടെയല്ല നമ്മളിപ്പോൾ പോകുന്നത്. തിരിച്ചു പോകുന്നത് വേറൊരു ഡയറക്ഷനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു വ്യൂവും ഡിഫറെൻ്റ് ആണ്. ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഡയറക്ഷനിലൂടെയാണ് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ഈ ഒരു റൈനെ ഫാൾസ് നമ്മൾ കാണാനായിട്ട് ഇടയായത്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഈ റൈനെ ഫാൾസ് കാണാനായിട്ടുള്ളൊരു അവസരം കൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ തിരിച്ച് ഞങ്ങളുടെ ജർമ്മനിയിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിച്ചു. സോ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനും. അടുത്ത നല്ലൊരു യാത്രയും അതുപോലെ തന്നെ വിശേഷങ്ങളും എല്ലാമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ടിൽ ദെൻ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. താങ്ക് യു. ചൂസ്.